ഗോൾഡുകളാണ് ഇവിടെ കൺട്രോൾ റൂമിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് എവിടെ നിന്നാണ് ഈ ഗോൾഡ്? മുണ്ടക്കായ് സ്കൂളിൻ്റെ തൊട്ട് എതിർവശം ആ ഭാഗത്തുള്ള എല്ലാ വീടുകളും ഒരുവിധം ഒലിച്ചു പോയിട്ടുണ്ട്. സ്കൂളിൻ്റെ തന്നെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ഭാഗത്തുനിന്ന് മണം വരുന്ന പോലെ തോന്നി. അപ്പോൾ ആ ഒരു ഭാഗം കുഴിച്ച് നോക്കിയപ്പോൾ മറ്റൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു ബാഗ് കണ്ടു. ആ ബാഗിൽ നിന്നാണ് ഈ ജെയ്സൺ ഫ്രാൻസിസ് അങ്ങനെ പേരുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതിനകത്ത് കണ്ടു. ആ ബാഗിൽ നിന്നാണ് ഞങ്ങൾക്ക് കുറച്ച് 2 വള, 2 മാല, അതുപോലെ തന്നെ 3 ഒരു ചെയിൻ, ബ്രേസ്ലെറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നു. ജെയ്സൺ ഫ്രാൻസിസിന് എഴുതിയ ബാഗിൽ നിന്നാണ് അത് കിട്ടിയത്. ആ ബാഗിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ദുരന്ത മേഖലയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ആഭരണങ്ങളും രേഖയും അധികാരികളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ടത്. ഇവരിപ്പോ പാലക്കാടിൽ നിന്നാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ മുണ്ടിക്കൈ എന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തിയ സംഘ പ്രവർത്തകരാണ്. അപ്പൊ അവർക്ക് അവിടെ വെച്ചിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ട് തീർത്തും അപരിചിതമായ സ്ഥലമാണ് ആ സ്ഥലങ്ങൾ അവർക്ക്. എങ്കിലും ആ ഒരു വീട്ടിൽ വെച്ചിട്ട് ലഭിച്ച ആഭരണങ്ങളും അതുപോലെ തന്നെ ഈ രേഖയും അടങ്ങിയിട്ടുള്ള ബാഗാണ് അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. എത്രമാത്രം സത്യസന്ധതയാണ് അവർ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇതുപോലുള്ള ദുരന്ത മേഖലയിലേക്കൊക്കെ കയറി ചില കീടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരക്കാരാണ്. അത് ഇതുപോലെയുള്ള എന്തെങ്കിലും കിട്ടോ എന്നുള്ള തെരഞ്ഞിട്ട് അത് കൊള്ളയടിക്കുന്ന ചില കീടങ്ങളുണ്ട്. ആ കീടങ്ങൾ ഒറ്റപ്പെട്ടുള്ള സംഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ 1-2 പേരുണ്ടായിരിക്കാം. പക്ഷെ ആ സംഭവം കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന നല്ലവരായ, തീർത്തും നിസ്വാർത്ഥരായ, ഇതുപോലെയുള്ള സത്യസന്ധരായ ഒരുപാട് പേർക്ക് ദുഷ്പേര് എത്തുന്ന രീതി. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നമ്മൾക്ക് എത്ര പ്രശംസിച്ചു കഴിഞ്ഞാലും മതിവരത്തില്ല. അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അങ്ങേയറ്റം 1000 ബിഗ് സല്യൂട്ട് അർപ്പിക്കുന്നു.